ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പ്രിവ്യൂ കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട മാതിരി ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ഫെജി എന്നാണ്. തൃശ്ശൂർക്കാരാണെങ്കിൽ ഈ ഒരു ഷോപ്പ് അറിയാത്തവരൊക്കെ ഭയങ്കര കുറവായിരിക്കും, കാരണം അത്രയധികം സ്റ്റേഷനറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. സ്റ്റേഷനറി മാത്രമല്ല, വേറെ പല ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കയറി വന്നപ്പോൾ എന്നെ കണ്ടത് പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു സെഷനായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പെയിൻറ്റ് ബ്രഷിൻ്റെ ഒക്കെ ഒരു വലിയ സെഷൻ തന്നെയായിരുന്നു. അവിടെ ചെറിയ ബ്രഷ് മുതൽ വലിയ ബ്രഷുകളൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ടൈപ്പ് ബ്രഷുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുറേ പേരൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആക്രിലിക് കളേഴ്സിൻ്റെ ഇതുപോലത്തെ ബോട്ടിൽസിൻ്റെ റാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നത് ഗ്ലൂവിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഗ്ലൂ എന്നൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടോ ഗ്ലൂ മാത്രമൊന്നല്ല കേട്ടോ, ഒരുപാട് എന്തൊക്കെ ടൈപ്പ് ഉണ്ടോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത്രയധികം ഗ്ലൂ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബീഡ്സുകളും ഗ്ലിറ്റേഴ്സ് ട്യൂബിലായിട്ട് വരുന്നതും പിന്നെ കുറേ ആക്രിലിക് പെയിൻറ്റുകളും ഇതൊക്കെ ആയിരുന്നു വേറൊരു സെഷനിൽ വന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ക്ലേൻ്റെ ഒരു ഭാഗത്തോട്ടാണ് വന്നത് കേട്ടോ. ഈ ഒരു ക്ലേ മാത്രമല്ല, നമ്മുടെ ഈ കളർ ക്ലേ ഉണ്ടല്ലോ അതും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ത്രെഡ്സിൻ്റെ മാത്രം സെക്ഷനായിരുന്നു. ഈ ഒരു സെക്ഷൻ മാത്രമല്ല, തൊട്ടപ്പുറത്ത് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഹാങ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു ആൾക്കാർക്കൊക്കെ എടുക്കാൻ. പിന്നെ പൈപ്പ് ക്ലീനർ ഉണ്ടായിരുന്നു. ഇതിലെനിക്ക് പിങ്ക് കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ വന്നത് റിബൺസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പാർട്ടിലേക്കായിരുന്നു. റിബൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ റിബൺ മുതൽ ഒരു വലിയ റിബൺ വരെ ഇവിടെ ഉണ്ട്. അതും പല രീതിയിലുണ്ട് കേട്ടോ. ഒരു സാറ്റിൻ ടൈപ്പ് ഉണ്ട്, പിന്നെ വേറെ ജൂട്ടോ അങ്ങനെ എന്തൊക്കെയോ പല പല ടൈപ്പിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ജേർണൽസിനൊക്കെ പറ്റിയ സപ്ലൈസുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത്. സ്റ്റാമ്പിൻ്റെ സെറ്റായിരുന്നു. പക്ഷേ ഒരു 300 എബോ ആയതുകൊണ്ട് ഞാനത് മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ കേക്കും ക്ലേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പല ടൈപ്പിലുള്ള മോൾഡുകൾ ഉണ്ടായിരുന്നു. റെസിൻ മോൾഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഈസലിൻ്റെ ഒരു സെക്ഷനിലേക്കായിരുന്നു. അവിടെ ഞാൻ ചെറിയൊരു ഈസൽ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് വന്നപ്പോൾ അത് ഒരെണ്ണെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ക്യാൻവാസ് ബോർഡിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു. അവിടെ ചെറിയ ബോർഡ് മുതൽ വലിയ ബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വുഡൻ പീസസ് ഉണ്ടല്ലോ റൗണ്ടായിട്ട്, അതും ഉണ്ടായിരുന്നു. ഇനി വേറൊരു സ്ഥലത്തോട്ട് വന്നപ്പോൾ അവിടെ ഗ്ലിറ്റർ ഷീറ്റ്, ഫോം ഷീറ്റ്, A4 ഷീറ്റ്, ചാർട്ട് പേപ്പർ അങ്ങനെ ഒരുപാട് പേപ്പേഴ്സിൻ്റെ മാത്രമായിട്ടൊരു കളക്ഷൻ ആയിരുന്നു. അവിടെ ക്രേപ്പ് പേപ്പേഴ്സും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡ് മൊത്തം വുഡൻ ക്രാഫ്റ്റിനായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. അതായത് വുഡൻ റോഡുകൾ, വുഡൻ സ്റ്റിക്സുകൾ, ഐസ്ക്രീം സ്റ്റിക്സുകൾ, പിന്നെ നമ്മുടെ പേപ്പർ ക്ലിപ്സുകൾ, അതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ഇതുപോലെ കുറേ ബോക്സസ് ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ വെറുതെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി തോന്നും. പിന്നെ അടുത്തത് ഞാൻ റാപ്പിംഗ് ഷീറ്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇത് റാപ്പറായിട്ട് മാത്രമല്ല, നമ്മുടെ ബൊക്കറ്റ് ഷീറ്റ്സുകളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഈ ഡോട്ടായിട്ട് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഷീറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ വേറെ കുറേ പാറ്റേൺസ് ഉണ്ടെന്നൊക്കെ നോക്കിയാലും സെയിം കളർ മാത്രമാണ് വന്നത്, വേറെ പാറ്റേൺസ് ഒന്നും വന്നില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ എടുത്തു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു. ഒരു ഷീറ്റിന് 20 രൂപയാണ് വരുന്നത്. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ബുക്ക് റിങ്സ് ഒക്കെ അന്വേഷിച്ചടക്കായിരുന്നു. പക്ഷേ എനിക്ക് ഈ കടയിൽ വന്നതിന് മുന്നേ തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ക്ലേ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ ഈ ഒരു ചെറിയൊരു ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ത്രെഡ്സിൻ്റെ വേറെ സെക്ഷൻ ഉണ്ടെന്ന്, അതാണ് ഇത് ഈ ഒരു സെക്ഷന്. അതിൽ ഈ ഒരു സംഭവം കണ്ടു. ഇതെന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല, ലേസാണെന്ന് തോന്നുന്നു. ഇതിന് 70 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് കുറേ ജൂട്ടിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതും ഇതും അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തും കുറേ സിബിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേപ്പർ സ്ട്രോയ്ക്ക് മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഫുൾ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ മേടിക്കാൻ പോയില്ല. പിന്നെ ഇതൊക്കെയാണ് വേറെ പാറ്റേൺസിലൊക്കെ വരുന്ന സ്ട്രോസ് വരുന്നത്. ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. ബാക്കി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഞാൻ സ്കിപ്പായി പോയതാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. ഇപ്പോൾ കാണുന്ന 2 പേര് കണ്ടോ, ഇവർ 2 പേരാണ് എൻ്റെ കസിൻസ്. ഇവർ എൻ്റെ കൂടെ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇവരെ പരിചയപ്പെടുത്തുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് ഇത്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ സെലിബ്രേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം ഒരു സെലിബ്രേഷൻ എന്തൊക്കെ വേണോ അത്രയും ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യം. ഒരു ചെറിയ ഐറ്റം മുതൽ ഒരു വലിയ ഐറ്റം, അത് പല രീതിയിൽ, പല സൈസിൽ, പല കളറിൽ, അതൊക്കെ ഞാൻ ഈ ഷോപ്പിൽ കണ്ടിരുന്നു കേട്ടോ. പാർട്ടി സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ മോം ടു ബി, ബ്രൈഡ് ടു ബി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോറിൽ വേറൊരു സെക്ഷനിലേക്ക് പോയപ്പോൾ കണ്ടതാണ് ഫ്ലവേഴ്സിൻ്റെ മാത്രമായിട്ടൊരു സെക്ഷൻ കേട്ടോ. പിന്നെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചെറിയ ഫ്ലവറിന് 10 രൂപയുള്ളൂ. പിന്നെ ഇത് 20 രൂപ, 50 രൂപ അങ്ങനെയൊക്കെ ഓരോരോ റേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, എന്നാൽ ചിലതൊക്കെ കാണുമ്പോൾ അഫോർഡബിൾ അല്ലാത്തതും കൂടി തോന്നും. ഇതൊക്കെ നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. പിന്നെ വേറെ സെക്ഷനിലേക്ക് വന്നത് ഗിഫ്റ്റ് ബോക്സ്, ഹാമ്പർ ബോക്സിൻ്റെ ഒക്കെ സ്ഥലത്തോട്ടാണ്. ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. റേറ്റ് ഇതിനൊക്കെ വന്നിട്ടൊരു 300 സംതിങ് ഒക്കെ ഉള്ളൂ.
പക്ഷെ അത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്ക് അറിയണ്ടായില്ല. പക്ഷെ എന്തായാലും മേടിച്ചൊന്നുമില്ല, വെറുതെ വീഡിയോ മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. കൂടെ വന്ന കസിനിൽ ഒരു കസിനാണ് ഇത്. പിന്നെ ഞങ്ങൾ പോയത് ലേസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്. പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇത്ര അധികം ലേസ് ഈ ഒരു ഷോപ്പിലുണ്ട്. ഇത്ര മാത്രമല്ല തൊട്ടപ്പുറത്തും ഉണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയതാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ 2 ലേസിൽ ഏതൊരു ലേസാണ് ഞാൻ മേടിച്ചത്. പിന്നെ നമ്മുടെ സ്റ്റേഷനറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്റ്റിച്ചിങ്ങും ടൈലറിങ്ങിനൊക്കെ പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഈ ഒരു ബോട്ടിൽ എന്തൊക്കെയോ വൈറ്റ് ആയിട്ട് കിടന്നപ്പോൾ അതൊന്ന് ജസ്റ്റ് തുറന്നു നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ കണ്ടത്. ഇതിന് ഒരെണ്ണത്തിന് 1 രൂപ ആയതുകൊണ്ട് തന്നെ ഞാൻ 5 രൂപയ്ക്കാണോ 10 രൂപയ്ക്കാണോ എന്നറിയില്ല, എത്രയോ രൂപയ്ക്ക് ഞാൻ മേടിച്ചു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കസിൻ ആൻഡ് ഇതാണ് ഞാൻ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു നെയിൽ സ്റ്റിക്കേഴ്സ്, ഫേക്ക് നെയിൽസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. റേറ്റ് ഒരു 75 95 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. പിന്നെ സ്റ്റിക്കേഴ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു സെക്ഷനിലേക്കാണ് പിന്നെ പോയത്. ഇത്രയും സ്റ്റിക്കേഴ്സ് മാത്രമല്ല കേട്ടോ, വേറെ കുറേ സ്റ്റിക്കേഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ. സത്യം പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് കണ്ടു തീർക്കാനുള്ള ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ മൊത്തത്തിലുണ്ട്. പിന്നെ സ്റ്റെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ടിഫിൻ ബോക്സ് ആണ്. കാണുമ്പോൾ തോന്നൂല, പക്ഷേ ഇതൊരു ടിഫിൻ ബോക്സ് ആണ്. പിന്നെ ഒരു യൂണിക്കോൺ തീമിലൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ കൂട്ടിയാലോ എന്ന് ഓർത്തിട്ട് ഇത് ഞാൻ മേടിച്ചു. പിന്നെ കുറേ സിസ്റ്റേഴ്സുകൾ ഉണ്ടായിരുന്നു, കുറേ പേപ്പർ ക്ലിപ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. 120 രൂപയേ ഉള്ളൂ. പിന്നെ വേറെ കുറേ സ്റ്റിക്കേഴ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ ബോട്ടിൽസുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റേറ്റ് വെറും ഒരു 50-70 അങ്ങനെ എന്തോ ആണ് റേഞ്ച്. പിന്നെ ഈ ഒരു പൗച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ മേടിച്ചില്ല. പക്ഷേ റേറ്റ് നല്ല അഫോർഡബിൾ ആണ്. 215 രൂപയേ ഉള്ളൂ. ഈ ഒരു ബോക്സിനും 215 ഉള്ളൂ കേട്ടോ. ഒരു യൂണിക്കോൺ തീമിൽ വരുന്നതായിരുന്നു. അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള പൗച്ചും ബോക്സും ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിലൊരു ബാഗാണ് ഇത്. പിന്നെ വേറൊരു യൂണിക്കോൺ തീമിൽ വരുന്ന ബാഗാണ് ഇത്. സത്യം പറഞ്ഞ ഷോപ്പ് മാത്രം കാണാൻ കയറുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടേ നിങ്ങൾ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വന്ന ബിൽസാണ് ഇത്. ഇതൊക്കെ പേ ചെയ്തു. ഞങ്ങളിനി തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.